ഈ മണിയാശാന്റെ പ്രസംഗം നടത്തുന്ന ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞുകൂട്ടിയ വർത്തമാനങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിശുദ്ധ ഖുർആനിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളത്. മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ വ്യക്തി തന്നെ പ്രസംഗിച്ച ഒരു പ്രസംഗം, ആ പ്രസംഗത്തിലെ ഒരു പരാമർശം അപ്പൊ പറയും വലു അന്നഹും, അങ്ങനെ ഒരു ആയത്തന്നെ ഖുർആനിൽ ഇല്ല. ഞെട്ടിയോ? വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല. ഇല്ല, വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല എന്നാണ് ഒരു സ്ഥലത്ത് സത്താബ് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ആയത്തില്ല ഖുർആനിൽ. സത്യ, വലു അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്തില്ല. കണ്ടോ? 4 ആയത്തുണ്ട് ഖുർആനിൽ. ഒരായത്തല്ല, 4 ആയത്തുണ്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ. വലൗ അന്നഹും എന്ന് തുടങ്ങുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് പരസ്യമായി ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഇതൊരാൾ എടുത്ത് ക്ലിപ്പാക്കിയിട്ട് കേരളത്തിൽ ഇറങ്ങിയിട്ട് പൊതുജനങ്ങളോട് പറയാ, അല്ല നമ്മുടെ ബാലുശ്ശേരിക്കാരൻ മൗലവി എന്ന് പറയുന്ന ആള് അള്ളാഹിന്റെ പേരിൽ ഇതാ കൃത്രിമം കാണിച്ചിരിക്കുന്നു. കാരണം വലൗ അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് ഖുർആനിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 103-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു, വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമതൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈറുൻ ലൗ കാനൂ യഅലമൂൻ. വിശുദ്ധ ഖുർആനിലെ ആയത്ത് തുടങ്ങിയത് വലൗ അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ സൂറത്ത് മാഇദയിലെ 66-ാമത്തെ ആയത്തിൽ കാണാം, വലൗ അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം തുടങ്ങിയത് വലൗ അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ മറിച്ചാൽ കാണാം, അതേ സൂറത്തു തൗബയിലെ 59-ാമത്തെ ആയത്ത്, വലൗ അന്നഹും റദൂ മാ ആതാഹുമുല്ലാഹു വറസൂലുഹു. വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാം, സൂറത്തു ഹുജറാത്തിലെ 5-ാമത്തെ ആയത്ത്, വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. 4 ആയത്ത് ഖുർആനിലുണ്ട് വലൗ അന്നഹും എന്ന് തുടങ്ങുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ എന്താ തോന്നുക? ഖുർആൻ ഒറ്റ ആയത്തില്ല എന്നാണ്. സംശയമുണ്ടോ? ഒറ്റ ആയത്തില്ല. കാര്യം മൂപ്പര് സോളിഡ് പ്രൂഫും സിമെന്റ് പ്രൂഫൊക്കെയാണ്. അങ്ങനെയാണ്, വെറുതെ ഒന്നും പറയില്ല. സോളിഡ് പ്രൂഫ് ഉണ്ടാവും, പിന്നെ സിമെന്റ് ഉണ്ടാവും, പിന്നെ കട്ട ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ട് മൂപ്പര് മേസ്തിരി പണി നടത്തല ഇടക്കിടക്ക്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാർ വിചാരിക്കും ഇങ്ങനെയൊക്കെ തന്നെ, ഇത് ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ. നല്ല 4 ആയത്ത് ഖുർആനിലുണ്ട്. പക്ഷെ ഞങ്ങളൊരു കൃത്രിമമായിട്ട് കണക്കാക്കണല്ലോ, ഒരു വിവരക്കേടായിട്ടേ മനസ്സിലാക്കണുള്ളൂ. നിങ്ങളൊരു ഖുർആൻ ഒരു കൃത്രിമം കാണിച്ചാൽ ഞങ്ങൾ ഒരിക്കലും പറയില്ല, നിങ്ങളുടെ വിവരക്കേടായിട്ട് തന്നെ മനസ്സിലാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ തിരുത്തിയല്ലോ. ഇപ്പോൾ ഞാനിത് മഞ്ചേശ്വരത്ത് ഇട്ടിട്ട് പറഞ്ഞു മൗലവി 4 ആയത്ത് ഖുർആനിലുണ്ട്, നിങ്ങൾ വലൗ അന്നഹും ഒറ്റ ആയത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. നിങ്ങൾക്ക് തെറ്റ് പറ്റിയാണെങ്കിൽ തിരുത്തണം. അദ്ദേഹം തിരുത്തി. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുത്തി. പക്ഷെ ഞാൻ അന്ന് 3 ദിവസത്തേക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. TP അബ്ദുള്ള കോയ മദനി കളവ് പറയുന്നുവെന്ന് പരസ്യമായി പ്രസംഗിച്ച ബാലുശ്ശേരിക്കാരൻ മൗലവിയോട് 3 ദിവസം അവധി നൽകിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഇദ്ദേഹം പരസ്യമായി ഇന്റർനെറ്റിലൂടെ പ്രസംഗിച്ചു. ഇരുവേറ്റി വന്ന് പ്രസംഗിച്ച ഇരുവേറ്റിക്കാർ മാത്രമേ കേൾക്കുള്ളൂ. ഇത് ലോകം മുഴുവൻ കേൾക്കുന്ന രൂപത്തിൽ ഇന്റർനെറ്റിൽ ബൈലക്സ് ക്ലാസ് റൂമിലൂടെ ഇദ്ദേഹം പ്രസംഗിച്ചു. ഇദ്ദേഹം എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയത്ത് എറണാകുളത്തെ 2 മുതലാളിമാർ, സോളിഡ് പ്രൂഫ് സിമെന്റ് പ്രൂഫ് ഒരു കുഴപ്പമില്ല കേട്ടോ, സിമെന്റ് പ്രൂഫും സോളിഡ് പ്രൂഫൊക്കെ ഉള്ള സംഗതിയാണ്. എറണാകുളത്തെ 2 മുതലാളിമാർ, ഒന്ന് ടയോട്ട കമ്പനിയുടെ മുതലാളി എന്നാണ് അദ്ദേഹം പറയുന്നത്. ടയോട്ട കമ്പനിയുടെ മുതലാളി എറണാകുളത്തുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. ഏതായിരുന്നാലും അദ്ദേഹം പേര് പറഞ്ഞു, ബാബു മൂപ്പൻ. 2 നൂർ മുഹമ്മദ് നൂർ ഷാ എന്ന് പറയുന്ന 2 മുതലാളിമാർ എറണാകുളം പട്ടണത്തിൽ 10 സെന്റ് സ്ഥലവും 1 കോടി രൂപയുടെ ഒരു വീടും എനിക്ക് ഓഫർ ചെയ്തപ്പോ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് പോന്നവനാണ് ഞാൻ. നിങ്ങൾ മനസ്സിലാക്കണം, ആളുടെ പേരൊന്നും പറയാതെ വെറുതെ അടിച്ചുവിടല്ല, വ്യക്തമായി ആളുകളുടെ പേരടക്കം പറഞ്ഞിട്ടാ പറഞ്ഞത്. 2 ആളുകൾ, 2 മുതലാളിമാർ, എറണാകുളത്തുള്ള 2 മുതലാളിമാർ. എറണാകുളം പട്ടണത്തിന്റെ മധ്യഭാഗത്ത് 10 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് എറണാകുളം ടൗണിൽ ഒരാൾക്ക് 1 സെന്റ് സ്ഥലം വേണമെങ്കിൽ 50 ലക്ഷം രൂപ വേണം. പോട്ടെ, വില കുറച്ചു കൊടുക്കാം, ഒരു 30 ലക്ഷം ആയിക്കോട്ടെ. 30 ലക്ഷം രൂപ വില വെച്ചിട്ട് 10 സെന്റ് സ്ഥലമാകുമ്പോൾ 3 കോടി രൂപ വേണം. 3 കോടി രൂപ വില വരുന്ന സ്ഥലത്ത് 1 കോടി രൂപയുടെ വീട് എന്ന് പറഞ്ഞ 4 കോടി രൂപ. ഈ 4 കോടി രൂപ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ 2 ആളുകൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പുറങ്കാലുകൊണ്ട് ഞാൻ ചവിട്ടിത്തെറിപ്പിച്ചു എന്ന് അദ്ദേഹം പരസ്യമായി പ്രസംഗിച്ചു. ഇത് കേൾക്കുന്ന ആൾക്കാർ എന്താ വിചാരിക്കുക?
ഇത് കേൾക്കുന്ന ജനം എന്താ വിചാരിക്കും? മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങളൊക്കെ ഒരു ബാലുശ്ശേരി മൗലവിക്ക് 4 കോടി രൂപയുടെ വീടും സ്ഥലമൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്ത സാമ്പത്തിക തിരിമറിയുള്ള ഒരു പ്രസ്ഥാനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾക്ക് ഒരു പ്രാസംഗികന് 4 കോടി രൂപ വില വരുന്ന മുതൽ വെറുതെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ ചോദിച്ചു, അല്ല 3 ദിവസം നിങ്ങൾക്ക് തരാം, 3 ദിവസം നിങ്ങൾക്ക് തരാം, ആ 2 ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നവരാണ്, നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞല്ലോ, ആഴ്ചകൾ പിന്നിട്ടുവല്ലോ. മൗലവി എന്തേ സത്യം മാത്രം പറയുന്ന നിങ്ങൾ വരാത്തത്? സത്യം മാത്രം പറയുന്ന നിങ്ങൾ എന്തേ വരാത്തത്? ഈ ആദർശ പ്രസ്ഥാനത്തെ സമൂഹ മധ്യത്തിൽ വലിച്ചു കീറാൻ നാവ് ചുഴറ്റുന്നതിന് മുമ്പ് അവനവന്റെ അസ്തിത്വവും അവനവന്റെ അഭിമാനവും നിലനിർത്താനുള്ള ഒരു ഉത്തരവാദിത്തല്ലേ, ഒരു ബാധ്യതയില്ലേ? എന്താ വരാത്തത്? ഇതുവരെ വന്നിട്ടില്ല. വലവന്നവും തിരുത്തി ഞങ്ങൾ സമ്മതിച്ചു. കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടിയിൽ വെച്ച് നടന്ന പ്രസംഗത്തിൽ നിങ്ങൾ ക്ലിപ്പിൽ തിരിമറി നടത്തിയില്ലേ? അനസിന്റെ പേരിൽ ആരോപണം അല്ലേ? നാളെ ഒരാൾ ഇവിടെ വരുന്ന ഇന്നലെ മൗലവി പ്രസംഗിക്കണത്, ക്ലിപ്പിൽ തിരിമറി നടത്തുന്ന ആള് ഞാൻ വെല്ലുവിളിക്കാം മൗലവിയെ. ആ തിരിമറി നടത്തിയ ക്ലിപ്പുമായി വരൂ, വെല്ലുവിളിക്കാം, നമുക്ക് സംസാരിക്കാം, ചർച്ച ചെയ്യാം. പക്ഷേ കഴിഞ്ഞ ദിവസം മടവൂരികളുടെ സംവാദ സീഡിയിലെ ക്ലിപ്പ് തിരിമറി നടത്തിയിട്ട് കൊണ്ടോട്ടി പ്രസംഗത്തിൽ, കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടി പ്രസംഗത്തിന് നിങ്ങൾ ഇട്ടിട്ട് മടവൂരികളുടെ പേരൊരു കളവും പറഞ്ഞിട്ട് മടവൂരികളോട് നിങ്ങൾ മാപ്പ് പറഞ്ഞില്ലേ? നിങ്ങൾ തിരുത്തിയില്ല, നിങ്ങൾ തിരുത്തേണ്ടി വന്നില്ല. നിങ്ങൾ കൊണ്ടോട്ടി പ്രസംഗം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? 1.5 ആഴ്ച. എന്നിട്ട് ഇവിടെ പറയണെന്താ? മടവൂരികളുമായി ടൈപ്പാണ് പോലെ. ആര്? നമ്മളെ.